One, the film has offended you. And two, right now what you're doing is pure stupidity. As always, you do such things. What the fuck is this? Okay. As always, you do such things. Stupidity. Whatever you do, that is stupidity. And I need to put this video in Malayalam. പൃഥ്വിരാജിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുക, ഐ മീൻ ഇ ഡി കര വെച്ച് അന്വേഷിപ്പിക്കാം. ഇവരെന്താ പറഞ്ഞാൽ വേറെ ഏതോ പഴയ സിനിമയുടെ പേരിലാണെന്നുള്ളത്. ഈവൻ ഇഫ് ഇറ്റ്സ് ലൈക്ക് ആ പഴയ സിനിമയുടെ പേരിലാണെന്നുണ്ടെങ്കിൽ പോലും വൈ ഡിഡ് ഇറ്റ് ടുക്ക് ദിസ് ലോങ്? അപ്പൊ ഇത് പഴയ സിനിമയുടെ പേരിലുള്ളതല്ല. ദിസ് ഇസ് എക്സാക്ട്ലി ബിക്കോസ് ഓഫ് ദി എംപുരാൻ. ആൻഡ് എംപുരാനില് ഈ ഗോത്ര അതുപോലെ തന്നെ അത് he doesn't even refer to it. ഗോത്രയാണ്, ഇത് BJP ചെയ്തതാണ് അല്ലെങ്കിൽ ഇത് സംഘപരിവാർ ചെയ്തതാണെന്നുള്ളത് അത് പൃഥ്വിരാജ് റെഫർ ചെയ്തിട്ട് പോലുമില്ല. ആൻഡ് ഈവൻ ദി പീപ്പിൾ നൗ ദിസ് ജനറേഷൻ വെന്റ് ബിഹൈൻഡ് ബിക്കോസ് ഈ സംഘപരിവാറിന്റെ ആളുകൾ ഈ സിനിമ ബാൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഗോത്ര അറിയാതെ പോയത്. ഇറ്റ് ഇസ് മൈ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ വേറെ ഒരുപാട് വേൾഡില് ഗ്ലോബലി നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് മൈ മിസ്റ്റേക്ക് ദാറ്റ് എൻ്റെ മൂക്കിൻ്റെ താഴത്ത്, അതായത് ഞാൻ ജീവിക്കുന്ന ഇന്ത്യയിൽ ഇതുപോലത്തെ ഒരു സംഭവം നടന്നിട്ടുള്ളത് ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. ടു ബി ഓണസ്റ്റ്, ഞാൻ ഈ സംഭവം കേട്ടിട്ടുണ്ട്. ബട്ട് ഐ തോട്ട് ഇറ്റ്സ് ഫേക്ക്. അതായത് ഒരു ട്രെയിനിലൊക്കെ വെച്ചിട്ട് പിന്നെ ട്രെയിൻ നിർത്തിച്ച് ഇത്രയും ആളുകളെ കൊല്ലുക, അതുപോലെ തന്നെ ഗർഭപാത്രത്തിൽ ബോംബൊക്കെ വെച്ച് പൊട്ടിക്കുക, ഇതൊക്കെ ഞാൻ കേട്ടപ്പോൾ ലൈവ് ഇറ്റ്സ് ഫേക്ക്. വല്ല ഫിക്ഷനോ വല്ല ആരൊക്കെയോ എഴുതി വെച്ച പോലെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ജസ്റ്റ് ഒരു കഥ പോലെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ ഐ ഡിഡ്ന്റ് ബിലീവ് ഇറ്റ്. ബട്ട് പീപ്പിൾ ഇൻ മൈ ജനറേഷൻ started researching about it and they are witnessing, they are seeing for themselves. അതായത് ഈ പൃഥ്വിരാജ് ഇങ്ങനത്തെ കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവന്നു. ആൻഡ് ഈ സംഘപരിവാറിനെ തന്നെ ബെയ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഈ സംഘപരിവാർ എന്തായി പൊട്ടന്മാരെ പോലെ ഈ ബെയ്റ്റ് കടിച്ച് എന്ത് ചെയ്തു, ഇവരെ തന്നെ കാട്ടിക്കൊടുത്തു. ഇനി ഇവർ ചെയ്യുന്നൊരു പരിപാടി, ഇഡിക്കാരെ വെച്ചിട്ട് പൃഥ്വിരാജിനെ പല കള്ളക്കേസിലും കുടുക്കിയിട്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും. പൃഥ്വിരാജ് ഒബ്വിയസ്ലി ഊരിപ്പോരും. ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ തിങ്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, പൃഥ്വിരാജ് ഇനി എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈക്ക് he kind of spits any facts, ഇവരെന്ത് ചെയ്യും, ജയിലിൽ പോയ ഒരാളാണ്, അറസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്, ഇ ഡി കേസിന് പിടിച്ച ഒരാളാണ്. അപ്പോൾ ജയിലിൽ പോയ ഒരാളുടെ പിന്നെ വാക്ക് നിങ്ങൾ കേൾക്കാൻ നിൽക്കുമോ? അങ്ങനത്തെ കുറേ ഡയലോഗുകളായിട്ട് വരും. ദ പൊളിറ്റീഷ്യൻസ്, ദി സംഘപരിവാർ പീപ്പിൾ ഓർ whoever supports the സംഘപരിവാർ. അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയാകുമ്പോൾ എന്ത് ചെയ്യില്ല, അതായത് ഈ പൃഥ്വിരാജിൻ്റെ ശരിക്കുള്ള സ്റ്റോറി, ബാക്ക് സ്റ്റോറി ഇവിടെ ആർക്കും അറിയില്ല. അപ്പോൾ ഇപ്പോൾ പൃഥ്വിരാജ് ജയിലിൽ പോയ ഒരാളാണ്, ഇന്ന കേസിൽ ജയിലിൽ പോയ ഒരാളാണ്, ഇയാളുടെ വാക്കുകൾ വിശ്വസിക്കുന്നതൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടന്മാർ വിശ്വസിക്കൂല. അതായത് പൊട്ടന്മാരെന്ത് ചെയ്യും, ഇയാൾ ജയിലിൽ പോയതാണ്, അപ്പോൾ ഇയാളെ വാക്ക് ഇങ്ങനെ, ഇയാൾ പിന്നെ എന്താ പറയുക, വേറെന്തോ ലക്ഷ്യം വെച്ചിട്ട് പറയാണ്, അങ്ങനെ എന്തൊക്കെയോ മൈൻഡിലൊക്കെ പൃഥ്വിരാജിനെ വിശ്വസിക്കൂല. പൃഥ്വിരാജിന് ഈ ഭാവിയിൽ ഇനിയിപ്പോൾ L3 ഒക്കെ വരുന്നുണ്ട്. അതുപോലെ പൃഥ്വിരാജിന് ഇനി വേറെ കുറേ പ്രോജക്ട്സ് ഒക്കെ ചെയ്യാൻ പ്ലാനൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാണല്ലോ ഇത് പറഞ്ഞിട്ടുള്ളത് ഇതിനു മുമ്പ്. അപ്പോൾ കുറച്ച് ദിവസം കഴിച്ച് ഞാനൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ സത്യങ്ങൾ പൃഥ്വിരാജ് വഴി വിളിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഘപരിവാർ പോലത്തെ അല്ലെങ്കിൽ ഈ ഒഫൻഡഡ് ആയി നിൽക്കുന്ന കുറേ പൊട്ടന്മാരെന്ത് ചെയ്യും, പൃഥ്വിരാജ് ജയിലിൽ പോയതാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്ത് തിരിപ്പിക്കാൻ നോക്കും. സോ the people who really have the brain, the people who really know the truth, why Prithviraj got arrested or why Prithviraj got ഈ ഇഡിയുടെ ഈ കേസുകളൊക്കെ എന്തുകൊണ്ട് കിട്ടിയെന്ന് അറിയുന്ന ഒരു കാര്യം. സോ എൻ്റെ ഫോളോവേഴ്സ്, അതായത് 3.5K ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സും 30 യൂട്യൂബിൻ്റെ സബ്സ്ക്രൈബേഴ്സും അറിയേണ്ട കാര്യം എന്താണ്? പൃഥ്വിരാജ് പോണത് ഈ റീസണാണ്. പൃഥ്വിരാജിനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, വേറെ ഏതോ പടത്തിൻ്റെ കേസിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടാണ് പൃഥ്വിരാജിനെ ഈ ഇതിലേക്ക് വലിച്ചടിച്ച് ആ പടത്തിൽ വേറെ എന്തൊക്കെയോ പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഇ ഡി കേസ് വരുന്നത്. ബട്ട് യു നോ ദ ട്രൂത്ത്, ഇറ്റ് ഇസ് ബിക്കോസ് ഓഫ് ദി എംപുരാൻ.
കാരണം എമ്പുരാൻ ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേറെ പബ്ലിസിറ്റി അവർ കൊടുക്കണം. ഇവർക്ക് സംഭവം കത്തി, എന്താണ് സംഭവം, എന്താണ് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്, അതായത് എമ്പുരാൻ ഇനി പറഞ്ഞ വിഷയമാണെന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്തു, എമ്പുരാൻ എന്നുള്ള പേര് മാറ്റി എമ്പുരാൻ എന്നുള്ള പടത്തിനെ പറ്റൊരു ഒഴിവാക്കിയിട്ട് പഴയ ഏതോ വേറെ പടത്തിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പരിപാടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പൃഥ്വിരാജ് ഈ കേസ് കൊണ്ടാണ് ഉള്ളിൽ പോകുന്നത്. ഇപ്പം ഞാൻ ഇപ്പോൾ വല്ല പൃഥ്വിരാജിൻ്റെ ലോയറോ അങ്ങനെ കാര്യങ്ങളൊന്നുമല്ല. എനിക്കിത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഗ്ലോബലി വേറെ വേറെ കുറേ ടീംസ് ഉണ്ട്, അവരൊന്നും പറ്റി നമുക്ക് ഇപ്പോൾ ചർച്ച ചെയ്യണ്ട, അതൊക്കെ വിടുക. ഇതിപ്പോൾ നമ്മളെ സർക്കിളിൽ നമ്മൾ ജീവിക്കണം ഇന്ത്യയിലുള്ളതാണ്. ഇന്ത്യയിൽ ഇത്രയും ബ്രൂട്ടലായിട്ട്, ഇന്ത്യയിൽ ഇത്രയും ക്രൂവലായിട്ട്, ഇന്ത്യയിൽ ഇത്രയും ഐഡിയ പോലും ഇല്ലാതെ, അതായത് ആളുകൾ എങ്ങനെ ദ്രോഹിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോൾ റൂൾ ചെയ്യുന്നത്. നരേന്ദ്രമോദി ഉൾപ്പെടെ ഉള്ള ആൾക്കാർ റൂൾ ചെയ്യണത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ വേറെ ചിലപ്പോൾ കേസുകളും കാര്യങ്ങളൊക്കെ വരാം. ഐ ഡു നോട്ട് കെയർ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഐ കെയർ അബൌട്ട് ദ പീപ്പിൾ, ഐ കെയർ അബൌട്ട് ദ ചിൽഡ്രൻസ് ഹു വർ ബേൺഡ് ടു ആഷസ്. വാട്ട് ഡിഡ് ദേ ഡു? അതായത് ഇങ്ങനെ ഈ ഗുജറാത്ത് കലാപം ഉണ്ടാക്കുക, ഈ ഗോത്ര സംഭവങ്ങൾ ഉണ്ടാക്കുക, അതിന് മുമ്പ് ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടണ അന്ന് പിന്നെ ആരാണ് ഗോസ്ലറോ അങ്ങനെ ഏത് ഒരു പൊട്ടുണ്ട്, താടിയൊക്കെ വെച്ചിട്ട് ഒരു RSSന്റെ ഒരു പൊട്ടുണ്ട്. ഇയാള് ഈ വാജ്പേയിക്ക് പണ്ട് അങ്ങോട്ട് കത്ത് ചെയ്തിട്ടുണ്ട്. അതായത് RSSനെ പിന്നെ എന്താ പറയാ രക്ഷിക്കുക. അത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇവർ ഈ കമ്മ്യൂണൽ റയോട്ട്സ് ഉണ്ടാക്കിയിട്ട് ഇപ്പൊ ഈ വർഗീയവാദം എന്ന് പറയും അതില്, വർഗീയവാദം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ RSSനെ പുറത്ത് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കമ്മ്യൂണിസത്തിനെ നശിപ്പിക്കാൻ സഹായിക്കാന്ന് വാജ്പേയിക്ക് കത്ത് ചെയ്തിന് ഇത്ര. അതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ബുക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, ഇവരുടെ ഒരു ബുക്ക്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ ഇപ്പോൾ ഈ ഒരു ബുക്കുണ്ടല്ലോ, ഒരു ബുക്കുണ്ട്, ഞാനിപ്പോൾ ഇത്തിരി ടാഗ് ചെയ്ത് തരാം. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റിന് ബുക്കുള്ളതുപോലെ ഈ BJPക്കാർക്കും ഈ RSSകാർക്കും ഈ ഗോസ്ലർ എഴുതിയ ഒരു ബുക്കുണ്ട്. അതിൽ പറയുന്നതാണ് മുസ്ലിങ്ങളെ കൊല്ലണം, ഇന്ത്യയിലുള്ള എല്ലാ മുസ്ലിങ്ങളെയും കൊല്ലണം, അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലുള്ള എല്ലാ ക്രിസ്ത്യൻസിനെയും കൊല്ലണം, അത് കഴിഞ്ഞ് ഹിന്ദുക്കളിൽ താഴ്ന്ന ജാതിക്കാരെ എല്ലാവരെയും കൊല്ലണം. എന്നിട്ട് ഇപ്പോൾ ഇവർക്ക് ഈ ബ്രാഹ്മണന്മാർ മാത്രമായിട്ട് ഇന്ത്യയിൽ ജീവിക്കണം. ഇവർ ഈ ഹിന്ദുസ്ഥാൻ ആക്കുകയെന്നാ പറയാം. അതായത് ആക്ച്വലി ഹിന്ദുസ്ഥാന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അർത്ഥമാണ് ഹിന്ദുസ്ഥാൻ എന്നുള്ളത്. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സാധനം, അങ്ങനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെമാൻറ്റിക് ആയിട്ട് അർത്ഥമാണ് ഹിന്ദുസ്ഥാൻ ഉള്ളത്. ബട്ട് ഇവർ ആക്ച്വലി ഹിന്ദുസ്ഥാൻ എന്ന് വിചാരിച്ചത് എന്താ വെച്ചാൽ ഹിന്ദുക്കൾ മാത്രം, അങ്ങനെ ജാതി ഒഴിവാക്കിയിട്ട് ഉള്ളൊരു രാജ്യമാണ് നമ്മളത് ഇന്ത്യ എന്ന് പറയുന്നത്. രാജ്യം അല്ല, ജാതി അങ്ങനത്തെ ഒരു പരിപാടികളും ഇവിടെ ഇല്ല, വരല്ല. ഇവിടെ മനുഷ്യന്മാർക്കാണ് പ്രാധാന്യം എന്ന് പറയുന്ന രാജ്യമാണ്, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അങ്ങനെ ഒരു രാജ്യത്തിന്റെ പേര് ഹിന്ദുസ്ഥാനാണ്. ആ ഹിന്ദുസ്ഥാൻ എന്ന് പേര് വന്നത് ഹിന്ദുക്കൾ മാത്രം ആയതുകൊണ്ട്. ഇത് പ്യുവർ സ്റ്റുപ്പിഡിറ്റിയാണ്. ഇവർ പ്രൊമോട്ട് ചെയ്യണം ചാണകം, ഇവരുടെ തലയിലും ചാണകം. ശരിക്ക് ഇപ്പോൾ ആളുകളെ ശരിക്കും മാനിപ്പുലേറ്റ് ചെയ്തിട്ട്, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ നരേന്ദ്രമോദി ഈ പ്രൈം മിനിസ്റ്റർ ആയത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ഫസ്റ്റത്തെ പ്രൈം മിനിസ്റ്റർ ആയത് പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഈ BJPന്റെ എല്ലാ ആളുകളും ഇപ്പോൾ ഭരണാധികാരത്തിൽ വരാൻ കാരണം എന്താണെന്ന് പറയാം. ഇപ്പോൾ സുരേഷ് ഗോപി, നമ്മുടെ നാട്ടിൽ സുരേഷ് ഗോപി ഉള്ളത് പോട്ടെ, അതല്ലാതെ ഈ വോട്ടിംഗ് മെഷീനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 2000 എത്ര എനിക്ക് ഇലക്ഷനോ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. അതില് വോട്ടിംഗ് മെഷീൻ കൊണ്ടുപോകണ വണ്ടി മാറ്റിയിട്ട് അതായത് ശരിക്കും വോട്ടിംഗ് മെഷീനുള്ള വണ്ടി വേറെ, പക്ഷേ വോട്ട് കൗണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കറക്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് വേറെ സ്ഥലത്ത് കൊണ്ടുപോകും. മെഷീൻസ് എല്ലാം കൂടിയിട്ട് ഒരുപാട് സ്ഥലത്ത് നിന്ന്, ഇപ്പോൾ ഈ സ്കൂളുകൾ, ഇപ്പോൾ ഈ വോട്ടിംഗ് സെന്ററിൻ്റെ അടുത്ത് ഈ മെഷീൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു സെന്റർക്ക് കൊണ്ടുപോകും. ഈ വണ്ടി അടക്കം മാറ്റിയിട്ട് ഈ എത്തിയ മെഷീൻസ് ഒക്കെ വേറെ, അങ്ങനെ വരെ ചെയ്തിട്ടുണ്ട്. ഇത് ആളുകൾക്ക് അറിയാം, ഇതിന് ഫുൾ തെളിവുകളുണ്ട്. ഇതിന് കൂട്ടുവന്ന പോലീസുകാരൊക്കെയാണ്, ഇതിന് കൂട്ടുവന്ന ഈ പൊളിറ്റീഷ്യൻസ് ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ മുന്നിൽ തെളിവുകളുണ്ട്. ഇപ്പൊ 2017 ഇറങ്ങിയാലോ മനോരമന്റെ പത്രത്തിൽ ഈ ഗുജറാത്ത് കലാപത്തിന് കാരണം മോദിയാണെന്നൊക്കെ പറഞ്ഞിട്ട്.
അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടായോ? ഒന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇത് എത്തിപ്പെടുന്ന ആൾക്കാരുടെ അടുത്ത്, ഈ എത്തിപ്പെടുന്ന ആൾക്കാർ പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇവർ പ്രതികരിക്കുന്നില്ല. അതാണ് പ്രശ്നം. എന്നെ പോലുള്ള മൈനോറിറ്റി ആൾക്കാർ ഇതിനെക്കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരാൻ കൊണ്ടുവരുമ്പോഴോ ഇന്നെ പോലത്തെ ആൾക്കാരെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. യു ഹാവ് ടു കിൽ അസ്. ദാറ്റ് ഈസ് ദി ഓൺലി ഓപ്ഷൻ. അതല്ല നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ആളുകൾക്കിടയിൽ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും. ഇപ്പോൾ എൻ്റെ യൂട്യൂബിലുള്ള 30 സബ്സ്ക്രൈബേഴ്സും ഇൻസ്റ്റാഗ്രാമിലുള്ള 3.5K ആൾക്കാരും ഇത് കാണും. ഇത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇതിൻ്റെ പുറമെ റീച്ച് കിട്ടും. എൻ്റെ റീച്ച് നോക്കിയാൽ അറിയാം. എനിക്ക് കിട്ടുന്ന റീച്ച്, അതായത് ഈ 5K 10K റീച്ചുകളൊക്കെ 50% മുകളിൽ നോൺ ഫോളോവേഴ്സാണ്. People are seeing us, and I'm happy that I'm getting reach, and moreover I'm not happy that the people who are seeing me are not reacting to the heinous things that is happening inside our country, and the people who are doing this heinous acts still ruling, munching their meat on their dinings. So നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യുക വേണ്ട. ഇപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. യു നോ വാട്ട് ടു ഡു. സോ എപ്പോഴും പറയുന്ന പോലെ സ്റ്റേ ഹാർഡ്.